ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള സാമ്പാർ വെച്ച് നോക്കിയാലോ. ഇപ്പോൾ പച്ചക്കറി ഒന്നും വേണ്ടാതെ തന്നെ ഈ സാമ്പാർ റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. പച്ചക്കറി ഒന്നും ഇല്ലാതെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. അതിന് വേണ്ടി കുറച്ച് ചീരയാണ് വേണ്ടത്. അപ്പോൾ പരിപ്പ് വേവുന്ന സമയത്ത് പുളിയും കൂടെ കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. പരിപ്പ് വേവിച്ചതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന ചീരത്തണ്ടും ഇലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പുമായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ആ ഒരു പരിപ്പിൻ്റെ ചൂടിൽ തന്നെ ഇതൊന്ന് ചെറുതായിട്ട് വാടി കിട്ടും. നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കായവും ഉപ്പും ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു വിസിൽ കേൾക്കത്തക്ക രീതിയിൽ വേവിക്കാനായിട്ട് വയ്ക്കാം. പ്രത്യേകിച്ച് വേറെ മലക്കറിയുടെ ഒന്നും ആവശ്യമില്ല. പച്ചക്കറികൾ വേറെ ഒന്നും ഇതിലിടണ്ട. അതുപോലെ തന്നെ ഉള്ളിയും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ കുക്കർ തുറക്കുമ്പോൾ ഈ ഒരു പരുവത്തിനാണ് കിട്ടുന്നത്. ഒരുപാട് വെള്ളം വറ്റാൻ പാടില്ല. ഇനി അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ആണ് ഇട്ട് കൊടുത്ത് കലക്കി വേവിക്കാൻ വെച്ചത്. ഇനി കുറച്ചുകൂടി മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മുടെ പാകത്തിന് ഇട്ട് കൊടുക്കാം. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. പാകത്തിന് കായപ്പൊടിയും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി തിളപ്പിക്കുന്നുണ്ട്. ആവശ്യത്തിന് കായപ്പൊടിയും ഇടാൻ മറക്കരുത്. പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ പച്ചക്കറി ഇല്ലയെന്ന് കരുതി സാമ്പാർ ഉണ്ടാക്കാതിരിക്കേണ്ട. ഇലക്കറിയായ ചീര വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ നമ്മുടെ വീട്ടിലുണ്ടാക്കി നോക്കാം. ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാം. എരിവും പുളിയെല്ലാം പാകത്തിനാണോ എന്ന് നോക്കിയതിന് ശേഷം കടുക് വറുത്തൊഴിക്കാം. വെറൈറ്റി ആയിട്ടുള്ള ചീര സാമ്പാർ റെഡി ആയി കഴിഞ്ഞു.